അല്ല, ഞാനൊരു 44 വർഷത്തിലേറെയായിട്ട് ഞാൻ ഷാർജയിലായിരുന്നു. കഴിഞ്ഞ മാർച്ചിൽ ഞാൻ അവിടുന്ന് വിട്ടുപോയിരുന്നു. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിട്ട് 2018 മുതൽ 2021 വരെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ പൊതുപ്രവർത്തന മേഖലകളിലും എല്ലാം ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഈ അതുല്യയുടെ ഈ പ്രശ്നം ഇപ്പോൾ ഇതുപോലെ ഒരുപാട് കേസുകൾ അവിടെ, ഗാർഹിക പീഡനങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ അതിനൊക്കെ ഒരു നല്ല രീതിയിലൊരു തീരുമാനത്തിലെത്താൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളൊരു വിഷമമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വിഭജിക എന്ന് പറയുന്ന പെൺകുട്ടി സ്വന്തം കുഞ്ഞിനെ കൊന്നിട്ട് ആത്മഹത്യ ചെയ്ത ഒരു വിഷയം വന്നിട്ടുണ്ട്. അതിന് തൊട്ട് പുറകെയായത്. അപ്പോൾ അതൊരു മോട്ടിവേഷൻ ഈ കുട്ടിക്ക് കിട്ടിയോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഇത്രമാത്രം പീഡനം സഹിച്ചുകൊണ്ട് ആ കുട്ടി സ്വന്തം മകൾക്ക് വേണ്ടി നിന്നു എന്നാണ് ഇപ്പോൾ എനിക്ക് ഇവിടുന്ന് കിട്ടിയ മകളെ രക്ഷപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് ഈ പറയുന്ന അതുല്യ എല്ലാം സഹിക്കാൻ തയ്യാറായി നിന്നിട്ട്, എന്നിട്ടും ഈ നരാധമൻ, ഞാനീ പറയുന്നത് ഈ നരാധമൻ എന്ന് പറഞ്ഞ ഭർത്താവെന്ന് ഞാൻ അയാളെ പറയാൻ ആഗ്രഹിക്കുന്നില്ല, വീണ്ടും വീണ്ടും ആ പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഈ തരത്തിലാക്കി തീർത്തു. ഇത് എൻ്റെ പൂർണ്ണമായ വിശ്വാസം ഇതൊരു ആത്മഹത്യയല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് അയാൾ തന്നെ ചെയ്തിട്ടുള്ളതാകാം എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. അയാൾക്ക് വേണ്ട മാക്സിമം ശിക്ഷ സാധാരണ മലയാളികൾ പലപ്പോഴും എൻ്റെ അനുഭവത്തിൽ 45 വർഷത്തെ എൻ്റെ അനുഭവത്തിൽ പലപ്പോഴും നമ്മുടെ മലയാളികൾക്കൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ 2-3 ദിവസം അല്ലെങ്കിൽ 2 ആഴ്ച കഴിയുമ്പോൾ നമ്മളിതെല്ലാം അങ്ങ് മറക്കും. പോട്ടെ, മരിച്ചവർ മരിച്ചു എന്നുള്ള പറഞ്ഞുകൊണ്ട് അവരൊഴിവാക്കി വിടുന്ന ഒരു സ്വഭാവമുണ്ട്. അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഈ ആൾക്കാർ ഈ ജനസമൂഹത്തിൽ വീണ്ടും ഭംഗിയായി അവർ ആർഭാടപൂർവ്വം ജീവിക്കുകയാണ്. അത് നമ്മൾ അനുവദിക്കരുത്. ഇത് മറ്റുള്ളവർക്കൊരു പാഠമാകണം. ആരെങ്കിലും ഇതുപോലത്തെ തെറ്റുകൾ ചെയ്താൽ അവർക്ക് ശിക്ഷ ലഭിക്കുമെന്നും മാക്സിമം അവർക്ക് അനുഭവിക്കാവുന്നതിൻ്റെ മാക്സിമം കിട്ടുമെന്നും ഒരു തോന്നൽ അവർക്ക് ഉണ്ടാകണം. അല്ലെങ്കിൽ ജനങ്ങൾ പ്രതികരിക്കേണ്ട ഒരു അവസ്ഥ വന്നേക്കും. എത്ര പേരാണ് ഇതിങ്ങനെ ഒരു സഹിക്കുന്നത്? ഒന്ന് വിഭജിക, അത് കഴിഞ്ഞിട്ട് അതുല്യ, നാളെ വേറൊരു എക്സ്, മറ്റന്നാളൊരു വൈ, ഇങ്ങനെ കൊണ്ടേയിരിക്കും. അത് പാടില്ല. അതുകൊണ്ട് നമ്മൾ ഒറ്റക്കെട്ടായിട്ട്, ഞാനിപ്പോൾ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ്റെ പ്രസിഡന്റ് മിസ്റ്റർ നിസാർ തലങ്കരയുമായിട്ട് ഞാൻ സംസാരിച്ചു. അവിടുത്തെ ഇൻഗാസിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി വർക്കിംഗ് പ്രസിഡന്റ് മിസ്റ്റർ രഞ്ജൻ ജേക്കബായിട്ട് സംസാരിച്ചു. ഇന്ദിരാഗാന്ധി വീക്ഷണം ഫോറത്തിൻ്റെ പ്രവർത്തകരായിട്ട് സംസാരിച്ചു. അതാണ്ടിരിക്കുന്ന മിസ്റ്റർ റിയാസ് ഖാൻ, അദ്ദേഹം അവിടുത്തെ ഒരു പൊതുപ്രവർത്തകനാണ്. അദ്ദേഹം അവിടുത്തെ RSPയുടെ വലിയ നേതാവാണ്. ഞങ്ങളൊക്കെ ഒരുമിച്ച് അവിടെ പല കാര്യങ്ങളിലും പ്രവർത്തിച്ചുകൊണ്ടിരുന്ന. അപ്പോൾ എല്ലാവരും അവിടുത്തെ മലയാളി സമൂഹം ഒന്നടങ്കം, ഒരാൾ പോലും മാറ്റി നിർത്താതെ എല്ലാവരും ഇതിൻ്റെ പിന്നിൽ അണിനിരന്നിരിക്കുകയാണ്. എത്ര മാക്സിമം ശിക്ഷ ഈ പറയുന്ന ആൾക്ക്, വീണ്ടും ഞാൻ ഇൻവെർട്ടഡ് കോമയിൽ പറയുന്ന നരാധമന് കൊടുക്കണമെങ്കിൽ കൊടുക്കണം എന്നുള്ള ആഗ്രഹത്തിലും അതിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സമയത്ത് ഞങ്ങളിവിടെ ഓടിയെത്തിയത്. എല്ലാ തരത്തിലുള്ള ലീഗലായിട്ടുള്ള കാര്യങ്ങളും ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ കൊടുക്കുമെന്ന് ഉറപ്പ് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് എനിക്ക് തന്നിട്ടുണ്ട്. ഞാനതിൻ്റെ പ്രസിഡൻ്റായിട്ട് 4 വർഷം ഇരുന്ന ആളെന്നുള്ള നിലയ്ക്ക് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനാണ് അവിടെ ഇന്ത്യൻ അസോസിയേഷൻ. എന്തുകൊണ്ട് അതുല്യ അവിടെ എത്തിച്ചേർന്നില്ല സമയത്ത് എന്നുള്ളത് മാത്രമാണ്. ഇപ്പോൾ അഖിലേക്ക് ഓതറൈസേഷൻ ലെറ്റർ കൊടുക്കാൻ വിഷ്ണുവിനോടും റിയാസ് ഖാനോടും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കൊടുത്താൽ അവിടെ അൽഗർബ് പോലീസ് സ്റ്റേഷൻ വളരെ മാന്യമായി നമ്മളോട് പെരുമാറുന്ന നല്ല ഉദ്യോഗസ്ഥരുള്ള സ്ഥലമാണ്. അവർ വേണ്ട രീതിയിൽ ചെയ്യുമെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ കൗൺസിലേറ്റിലേക്ക് കൊടുക്കണം. ഇവിടെ വന്നാൽ റീപോസ്റ്റ്മോർട്ടം നടത്തി ഇവിടെ ശക്തമായ രീതിയിൽ നമ്മൾ അത് കേസുമായിട്ട് മുന്നോട്ട് നീങ്ങണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അല്ല, ഞാനിവിടെ ഉണ്ടായിരുന്നു. ഒരു വർഷത്തിലേറെ ഞാനുണ്ട്. ഇതറിഞ്ഞപ്പോൾ ഇന്നലെ മുതൽ നമ്മൾ TV യിൽ ഇതിൻ്റെ എല്ലാം കാണുകയല്ലേ. അതറിഞ്ഞപ്പോൾ മിസ്റ്റർ റിയാസ് ഖാനെ ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഇവിടെ വന്നതാണ്. എന്നെ ഇന്ന് രാവിലെ വിളിച്ചു. നമുക്ക് അവിടെ എൻ്റെ വീട് ശൂരനാട്, ശാസ്താംകോട്ട ശൂരനാടാണ് എൻ്റെ സ്ഥലം. അങ്ങനെ വന്നതാണ്. സ്ഥിരം നിരന്തരമായിട്ട് ബന്ധപ്പെടുകയാണ്. കാരണം നമ്മുടെ ആൾക്കാർ ഇപ്പോഴും അവിടെ ഉണ്ടല്ലോ. എല്ലാ പാർട്ടിയുടെ ആൾക്കാരുണ്ട്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഉണ്ട്, മറ്റെല്ലാ പാർട്ടിയുടെയും ആൾക്കാരുണ്ട്. അതിനകത്ത് അതിനകത്ത് കൊലപാതകമാണെങ്കിൽ അത് തൂക്ക് ശിക്ഷ വരെ ലഭിക്കാം. കൊലപാതകത്തിന് ഏതാ പ്രേരണ കുറ്റം അവിടെ അങ്ങനെ ഒരു ബാധകമായിട്ട് ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു എന്താ മതി. കാരണം ഒന്നാമത് നമ്മൾ എക്സ്പാട്രിയേറ്റ്സ് ആണ്. നമ്മൾ
പ്രവാസികളാണ്. അപ്പോൾ അവർക്ക് വേണ്ടി അങ്ങനെ ഒരു ശിക്ഷ, അവിടുത്തെ ഒരു പൗരനെയാണ് നമ്മൾ കൊന്നത് അല്ലെങ്കിൽ അതുപോലെയുള്ളതാണെങ്കിൽ ഡ്രഗ്സ് കേസുകൾക്കൊക്കെ മാരകമായ ശിക്ഷ അവിടെ ലഭിക്കാറുണ്ട്. പക്ഷേ ഇത് എങ്ങനെ പോകും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് അതിന് വ്യക്തമായ തെളിവുകളും കാര്യങ്ങളും ഒക്കെ വേണം. എന്നെങ്കിൽ മാത്രമേ അതിന്. പക്ഷേ നമ്മുടെ ആൾക്കാരെല്ലാം ഒറ്റക്കെട്ടായിട്ട് പല ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റ് ആൾക്കാർ എന്നെ വിളിക്കുന്നുണ്ട്. അവിടുന്ന് വക്കീലന്മാർ, നമ്മുടെ മലയാളികളൊക്കെ ഉണ്ടല്ലോ, അവർ ലീഗൽ നടത്തുന്ന ആൾക്കാരുണ്ട്, അവരൊക്കെ വിളിക്കുന്നുണ്ട്. എന്ത് സഹായം വേണമെങ്കിലും അവർ തരാൻ തയ്യാറാണെന്ന് അവർ പറയുന്നുണ്ട്. ഹരിയാന ഞാൻ 22 വർഷമായിട്ട് UAE-യിലുണ്ട്. ഷാർജയിലാണ്. ഇപ്പോഴും ഉണ്ട്, ഷാർജയിലുണ്ട്. ഞാനിപ്പോൾ ഒരു 15 ദിവസമേ അയാൾ വന്നിട്ടുള്ളത്. ഇവിടെ ഞങ്ങൾ തേവലക്കര പ്രവാസികളുടെ ഒരു കൂട്ടായ്മയുടെ ഭാരവാഹി കൂടിയാണ് ഞാൻ. അപ്പോൾ ഇന്നലെ ഈ വിവരം നമ്മുടെ ബിന്ദുമോള് ഇവിടുത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണാണ്, വിഷ്ണു വിജയൻ, ഇവരെല്ലാം വിളിച്ച് പറഞ്ഞതനുസരിച്ച് അവിടെയുള്ള പ്രവാസി നമ്മുടെ തുണയുടെ തന്നെ ഞങ്ങൾ തേവലക്കര പ്രവാസികളുടെ ഒരു കൂട്ടായ്മയാണ് തുണയുടെ ഭാരവാഹികളെ ഇന്നലെ തന്നെ രാത്രി തന്നെ അറിയിച്ചു. അവർ ബന്ധപ്പെട്ടപ്പോൾ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഇതിനകത്ത് ഓൾറെഡി ബന്ധപ്പെട്ട് കഴിഞ്ഞു. ഷാർജ ഇന്ത്യൻ അസോസിയേഷനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം, വളരെ ഭംഗിയായിട്ട് അദ്ദേഹം സാർ സൂചിപ്പിച്ചു. ഇവിടെ അദ്ദേഹം അതിന് പ്രസിഡൻ്റായിട്ടിരുന്നതാണ്. അപ്പോൾ കാര്യങ്ങൾ കൃത്യമായി സപ്പോർട്ട് ചെയ്യാൻ, ഇതിൻ്റെ വിഷയങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി എല്ലാ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടുണ്ട്. തുണയുടെ ഉണ്ട്, ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ്റെ ഉണ്ട്, ഇൻഗാസിൻ്റെ ഉണ്ട്, KMCC ഉണ്ട്. എല്ലാ ഭാഗത്തു നിന്നുള്ള ആൾക്കാർ അവിടെ ഇതിൻ്റെ സപ്പോർട്ടായിട്ടുണ്ട്. പക്ഷെ നമുക്കുള്ള വേദന ഇപ്പോൾ ഇവിടെ വരുമ്പോഴും സംസാരിക്കുമ്പോൾ നമുക്ക് അദ്ദേഹത്തെ ശിക്ഷ മാതൃകാപരമായിരുന്നു. പക്ഷേ ഇത് തുടരുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ട ആ നഷ്ടം നമുക്ക് തിരിച്ചു കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഉള്ള ആൾക്കാരോട് ഇപ്പം പറയേണ്ടത്, ഇപ്പോൾ ആരെങ്കിലും അങ്ങനെ പീഡനം അനുഭവിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തീരുമാനമെടുക്കും. തീർച്ചയായിട്ടും ഇവിടെ ഇപ്പോൾ സാർ സൂചിപ്പിച്ചൊരു കാര്യമാണ്, ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പോലെ ആ അസോസിയേഷൻ ഒരു വലിയ സംഭവമാണ്. കേരളത്തിന് വെളിയിലുള്ള ഏറ്റവും വലിയ മലയാളികളുടെ കൂട്ടായ്മയാണ് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 10,000 കുട്ടികൾ പഠിക്കുന്ന 2-3 സ്കൂളും 15,000-ഓളം അധ്യാപകരും സ്റ്റാഫും എല്ലാം ഉള്ള ഒരു വലിയ അസോസിയേഷനാണ്. അത് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എല്ലാ നിലയിലും. അപ്പോൾ ഇങ്ങനെ ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ ഓടിച്ചെല്ലാൻ പറ്റുന്ന ഒരു അഭയ കേന്ദ്രമാണ് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ. അവിടേക്ക് ചെന്നിട്ട് ഇങ്ങനെ ഒരു പരാതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ലീഗൽ സെല്ലുണ്ട്, 8-10 വക്കീലന്മാരുള്ള ലീഗൽ സെല്ല്, സപ്പോർട്ടിംഗ് സെല്ലുകളെല്ലാം ഉണ്ട്. അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കുമായിരുന്നു. എന്തുകൊണ്ട് ഈ കുട്ടി ചെയ്തില്ലെന്നുള്ള, ഇത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പെൺകുട്ടികൾ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നത്? ആരുടെ മുമ്പിൽ ആരെയാണ് ഭയപ്പെടുത്തുന്നത്? പെൺകുട്ടികൾ ആരെ ഭയപ്പെടുത്താൻ, ഭർത്താവിനെ ഭയപ്പെടുത്താൻ വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നഷ്ടം കുടുംബത്തിന്, അവർക്ക് ആ കുഞ്ഞ് അമ്മയില്ലാത്ത കുഞ്ഞായി മാറുന്നു. വലിയ വേദനയാണ്. മാത്രമല്ല ഇതിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അനിയത്തിയോടെ ഉണ്ടായിരുന്നു, വലിയ സങ്കടം തോന്നുന്നു. അവരും ഡിസ്കസ് ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ആപത്ത് സംഭവിക്കുമായിരുന്നു എന്ന് തോന്നിപ്പോവുക. ആത്മഹത്യയാണെങ്കിൽ തീർച്ചയായിട്ടും സഹോദരിയോട് വിളിച്ചൊരു വാക്ക് അതെ, ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ഈ കേൾക്കുന്ന ആരും തന്നെ അത് ഒരു സൂയിസൈഡാണെന്ന് വിശ്വസിക്കുന്നില്ല. അയാളുടെ ഭാഗത്തു നിന്നുണ്ടായ തന്നെയാണ് എന്ന് വിശ്വസിക്കുകയാണ്. അത് നിയമപരമായി മാതൃകാപരമായി ശിക്ഷ കിട്ടട്ടെ, അതിനുവേണ്ടിയുള്ള പോരാട്ടം. അത് ഞങ്ങൾ തേവലക്കരയിലെ പ്രവാസികളുടെ ഒരു കൂട്ടായ്മ എന്ന കാര്യത്തിൽ ഞങ്ങൾ മാക്സിമം അവിടെ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം അയാളെ അവിടെ കൂട്ടുന്നതിന്, അതിന് നിയമപരമായ അവിടെ കിട്ടാൻ പറ്റുന്ന നിയമപരമായ എല്ലാ ശിക്ഷയും കിട്ടുന്നതിനുള്ള പോരാട്ടത്തിൽ ഞങ്ങളവിടെ ഉണ്ടാകും. തുണ എന്ന് പറയുന്നത് ഞങ്ങളുടെ സംഘടന ഉണ്ടാകും. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ അത് വിപുലമായ സംഘടനയാണ്. ആ സംഘടനയുടെ എല്ലാ പിന്തുണയും ഉണ്ടാകും. ഇപ്പം സാർ ഇവിടെ എത്തി, അദ്ദേഹം ദീർഘകാലം 40 വർഷക്കാലം അവിടെ ഉണ്ടായിരുന്ന ആളാണ്. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹത്തിന് ഒത്തിരി കാര്യത്തിൽ ഇടപെടാൻ കഴിയും. ഇപ്പം നിലവിലുള്ള ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ്റെ പ്രസിഡന്റ് നിസാർ തളങ്കരയായിട്ട് അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഫോളോ അപ്പ് ചെയ്യുന്നു. എല്ലാ നിലയിലും ലിങ്ക് നമുക്കിപ്പോൾ ഉണ്ട്, ഷാർജയായിട്ട് ബന്ധപ്പെട്ട് പോകാൻ കഴിയുന്നുണ്ട്. അവിടുത്തെ നിയമത്തിനൊപ്പം ഇപ്പോൾ ഇവിടെയും നമ്മൾ ഇവിടെ കൊടുത്ത അഡ്വൈസ് ഇത് തന്നെയാണ്. ഇവിടെ ബോഡി കൊണ്ടുവന്നാൽ, ഇവിടെ വേണ്ടി വന്നാൽ റീപോസ്റ്റ്മോർട്ടം നടത്തിക്കൊണ്ട് തന്നെ കേസ് രജിസ്റ്റർ ചെയ്ത് അയാൾക്കെതിരെയുള്ള മാതൃകാപരമായ ശിക്ഷ കിട്ടുന്നതിനുള്ള പോരാട്ടത്തിൽ ഇവിടെ ഉള്ളവരും അണിനിരക്കണമെന്നുള്ളതാണ്. അപ്പോൾ ഈ നാടൊന്നാകെ നിൽക്കുക, ഇവർ ജനപ്രതിനിധികളെല്ലാവരും തന്നെയുണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളുണ്ട്, കുടുംബാംഗങ്ങളെല്ലാവരും അങ്ങനെ നിൽക്കുക. കാരണം ഇതൊരു മാതൃകയാകണം. ഇത് നിരന്തരം തുടരാൻ കഴിയത്തില്ല. ഇപ്പം തൊട്ട് മുമ്പ് ഇവിടെ സൂചിപ്പിച്ചല്ലോ, നിപജിയുടെ കേസ് സൂചിപ്പിച്ചു. നിരന്തരമാകുമ്പോഴത്തേക്ക് കൊല്ലം ജില്ലയിൽ തന്നെ ഉത്തരയുണ്ട്, ഇതെല്ലാം അല്ല, ഇത് വേറൊന്നും കൂടെയുണ്ട്. ഈ സ്ത്രീധനം അത് ഒരു വലിയ വിഷയമായിട്ട് എടുക്കുന്നത്. നമ്മൾ ഈ പ്രവാസികളായിട്ട് അതിനകത്തൊരു വലിയ വിഷമമാണ് തോന്നുന്നത്. വടക്കൻ കേരളത്തിൽ ഇല്ലാത്ത തരത്തിൽ തെക്കൻ കേരളത്തിൽ ഈ സ്ത്രീധന മരണം അല്ലെങ്കിൽ സ്ത്രീധന പീഡനം വ്യാപകമാകുന്നു എന്നുള്ളത് ഒരു വലിയ പരാതിയാണ്. ഇതിന് കാര്യമായ ബോധവൽക്കരണം ഉണ്ടാകണം, കുടുംബങ്ങളിൽ നിന്നുണ്ടാകണം, സമൂഹത്തിൽ നിന്നുണ്ടാകണം, രാഷ്ട്രീയ പാർട്ടികൾ, സാംസ്കാരിക സംഘങ്ങൾ, ഗ്രന്ഥശാലകൾ എന്ന് വേണ്ട നാനാ തുറകളിൽ നിന്ന് ഈ സ്ത്രീധനത്തിനെതിരെയുള്ള ആ ഒരു കൺസെപ്റ്റ് മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള അത് ന്യൂ ജനറേഷനിൽ ഉണ്ടാകേണ്ടതാണ്. പക്ഷേ ഇപ്പോഴും വീണ്ടും അത് തുടരുന്നു എന്നുള്ളത് വലിയ വേദനയുള്ള കേസാണ്. ഇപ്പം പീഡനം അനുഭവിക്കുന്ന ഗൾഫിലുള്ള ആൾക്കാരോട്
പറയാനുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ നമുക്കത് കൊടുക്കാം. അല്ല, ഇപ്പം അങ്ങനെ ആരെങ്കിലും ഇത് ഈ വിഷ്വല് കാണുന്ന ഏതെങ്കിലും പിന്നെ നമ്മുടെ സഹോദരിമാർ ആ നിലയിൽ സ്ത്രീധന പീഡനമോ അല്ലെങ്കിൽ ഭർത്താവിൽ നിന്നുള്ള പീഡനമോ അല്ലെങ്കിൽ പിന്നെ ഫാമിലിയിൽ നിന്നുള്ള പീഡനമോ അനുഭവിച്ച് വിദേശത്ത് കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വേഗത്തിൽ സമീപിക്കാവുന്നത് ഷാർജ ഇന്ത്യൻ അസോസിയേഷനെയാണ്. അതുപോലെ വിവിധ മലയാളി സംഘടനകളുണ്ട്, അവരുടെ ഭാരവാഹികളെ അറിയിക്കാം. അവരെ അറിയിച്ചു കഴിഞ്ഞാൽ അവിടെ ലീഗൽ സപ്പോർട്ടിന് ആളുണ്ട്. അവർ ലീഗൽ സപ്പോർട്ടോടുകൂടി വേണ്ട സംരക്ഷണം കൊടുക്കും. ഇത് നമ്മൾ പലരും ഇപ്പം ചിന്തിക്കുന്നത് ഇത് നമ്മൾ ഡൈവേഴ്സായി പോയി കഴിഞ്ഞാൽ അത് നാട്ടിലൊരു മാനക്കേടല്ലേ എന്ന് ചിന്തിച്ചുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇതിലടക്കം അതുണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു മാനക്കേട് ഡിവോഴ്സായി പോയാൽ അത് സമൂഹം എന്നെ വിലയിരുത്തും, അതങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. ആ ഒരു ദുരഭിമാനം ഒഴിവാക്കിയില്ലെങ്കിൽ അതിനേക്കാൾ വലിയ നഷ്ടമല്ലേ നമുക്കുണ്ടാകുന്ന വലിയ നഷ്ടമല്ലേ. മറ്റേത് നാട്ടുകാരോ സമൂഹമോ ചിലപ്പോൾ ഒന്ന് കുറ്റപ്പെടുത്തിയേക്കാം, എന്നാൽ നമ്മുടെ ജീവനുണ്ടാവും, നമ്മുടെ കുടുംബം ഉണ്ടാവും. ഇപ്പോൾ ഒരു മോൾ അനാഥമായി അച്ഛനും അമ്മയ്ക്കും മകളില്ലാതായി, ഈ കുഞ്ഞിന് ശിഷ്ടകാലം മൊത്തം അമ്മയില്ലാതായി. ഇങ്ങനെ ആരെങ്കിലും പീഡനം ഇപ്പോൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് 24 മണിക്കൂറിനകത്ത് തീരുമാനമെടുക്കണം. തീർച്ചയായിട്ടും ആൾക്കാരെ വേണ്ടപ്പെട്ടവരെ അറിയിച്ച് ഈ ബന്ധം വേണ്ടെങ്കിൽ വേണ്ടെന്ന് തന്നെ വെക്കണം. അതെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ തുറന്ന് ഓപ്പൺ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നുള്ളതാണ്. അത് നമ്മൾ ആരായാലും സ്ത്രീകളായാലും പുരുഷന്മാരായാലും അവരുടെ മനസ്സിൽ അങ്ങനെ വിങ്ങലായത് കിടക്കേണ്ട കാര്യമില്ല. സമൂഹത്തോട് ചർച്ച ചെയ്യാൻ ഒരുപാട് വേദികളുണ്ട്, ഒരുപാട് പ്ലാറ്റ്ഫോമുകളുണ്ട്. ആ പ്ലാറ്റ്ഫോമുകളിലേക്ക് നമ്മൾ എത്തുകയാണല്ലോ. പക്ഷേ UAE സംബന്ധിച്ചുള്ള യൂറോപ്യൻ രാജ്യങ്ങളെപ്പോലൊന്നുമല്ല, മലയാളി അസോസിയേഷനുകൾ തുരുതുരയാണ്. പണ്ട് ഇവിടുത്തെ ക്ലബ്ബുകൾ എങ്ങനെയായിരുന്നു അതുപോലെ സംഘടനകളുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, തേവലക്കര ഗ്രാമത്തിന് മാത്രമായി തുണ എന്ന് പറയുന്ന ഒരു പ്രവാസി സംഘടന, ഞങ്ങൾ നിരന്തരമായി ക്യാമ്പയിനുകൾ നടത്തിക്കൊണ്ട് പോകുന്ന ഒരു സംഘടനയാണ്. നമുക്ക് വിഷമം തോന്നുന്നത് ഇങ്ങനെ ഒരു സംഭവം അറിഞ്ഞാൽ വിഷമം തോന്നുന്നത്. അപ്പം ആൾക്കാർ നമ്മളോട് പറയുന്നില്ലല്ലോ. അതെ ഉറപ്പായും അങ്ങനെ ഉണ്ടതുകൊണ്ടാണ് ഇന്നലെ ഈ സംഭവം നടന്നത് തന്നെ ഓൺ ദി സ്പോട്ടിൽ അവരുമായിട്ട് ബന്ധപ്പെടാനും അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും എല്ലാം കഴിഞ്ഞത്. ഇത് തീർച്ചയായിട്ടും അത് ഇവർ ഇങ്ങനെ പീഡനം അനുഭവിക്കുന്നുണ്ടെങ്കിൽ എത്രയും വേഗം ഇതുപോലെയുള്ള പ്ലാറ്റ്ഫോമുകളിലേക്ക് എത്തി അസോസിയേഷനുകളെയോ സംഘടനകളെയോ സമീപിക്കുക, അവിടുത്തെ നിയമവ്യവസ്ഥയെ സമീപിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇത് അഡ്വക്കേറ്റ് വിഷ്ണു വിജയൻ, DCC സെക്രട്ടറിയാണ് സംസാരിച്ചത്. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ. സാർ ആദ്യം സംസാരിച്ച വിഷ്ണുമായിട്ടായിരുന്നു. നിങ്ങൾ ഈ തുണയുമായിട്ട് ഇങ്ങനെ സംഭവമാണ്. ഇത് മൈക്ക് ഓഫ് അല്ലേ? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.